61 സങ്കീർത്തനം, സാം നമ്പർ 61 61 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സാം നമ്പർ 61. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. നീ എനിക്ക് ഒരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നുവല്ലോ. ദൈവമേ, നിന്റെ നേർച്ചകളെ കേട്ട് നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. ഒടുവിലത്തെ 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. അവൻ എന്നേക്കും ദിവസത്തിൽ വസിക്കും. ആമേൻ. ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾ തോറും കഴിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം വായിച്ചത്, അവൻ എന്നേക്കും ദിവസത്തിൽ വസിക്കും, അവനെ പരിപാലിക്കേണ്ടതിന് ദൈവം വിശ്വസ്തയും കൽപ്പിക്കണമേ. അങ്ങനെ ആ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും, വല്ലപ്പോഴും കീർത്തിക്കുകയല്ല, ഇന്ന് പൽക്കാലം വല്ലപ്പോഴും കീർത്തിക്കുന്നവരായിട്ടല്ല, ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നേക്കും കീർത്തിക്കും. നമ്മുടെ ശബ്ദം ഉയരട്ടെ. ഞാൻ എന്നേക്കും ദൈവത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കൂ, ദൈവത്തിന് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കൂ, ഞാൻ ദൈവത്തിന് കീർത്തി അർപ്പിച്ചുകൊണ്ടിരിക്കൂ. എന്നെ വിളിച്ചു വേർതിരിച്ചത്, മഹിമകണ്ഠ സാക്ഷിയായി തീർന്നത് അവനെ കീർത്തിക്കുവാനാണ്, അവനെ ഘോഷിക്കുവാനാണ്. ഞാൻ എപ്പോഴും അവനെ മഹത്വപ്പെടുത്തുവാൻ, അവൻ എന്നെ സ്നേഹിച്ച് എന്നെ ഹല്ലേലൂയ തന്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുക. എൻ്റെ നേർച്ചകളെ നാൾ തോറും കഴിക്കുകയും ചെയ്യും. എൻ്റെ നേർച്ചകളെ ഹല്ലേലൂയ നാൾ തോറും ഞാൻ കഴിക്കും. വല്ലപ്പോഴുമല്ല, എന്തെങ്കിലും ഹല്ലേലൂയ വിഷയങ്ങളുള്ളപ്പോഴല്ല, എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുമ്പോഴല്ല. ഞാൻ എൻ്റെ നേർച്ചകളെ നാൾ തോറും എൻ്റെ കർത്താവിൻ്റെ സന്നിധി ഞാൻ അർപ്പിച്ചു കൊണ്ടിരിക്കും. ഇന്ന് പോൽക്കാലം നേർച്ച എന്താണ്? നേർച്ച എന്താണ്? ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്, ദൈവത്തിന് വേണ്ടി സാക്ഷിയായി തീരുന്നത്, ഹൃദയംഗമായ ജീവിതത്തെ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട്, കർത്താവ് നിന്റെ പ്രവൃത്തിക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുന്നു, നിന്റെ പ്രവൃത്തിക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ കർത്താവ് സമർപ്പിക്കുന്നത് നാം ഏറ്റുപറയുന്നെങ്കിൽ നിശ്ചയമായി അവൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം ആയിത്തീരുകയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ട് എൻ്റെ നേർച്ചകളെ നാൾ തോറും കഴിക്കുകയും ചെയ്യും. എൻ്റെ നേർച്ചകളെ ദിവസനിയിൽ ഞാൻ നേർന്നത് ഹല്ലേലൂയ, അവൻ എന്നെ ഹല്ലേലൂയ കൊണ്ടുപോയ വഴികൾ, അവൻ എന്നെ ദിനം തോറും നടത്തിയ വഴികൾ, ഹല്ലേലൂയ അത് ശ്രേഷ്ഠകരമായ വഴിയില്ല. ഞാൻ വല്ലപ്പോഴും അല്ല ആ നേർച്ച കൊടുക്കേണ്ടത്, വല്ലപ്പോഴും അല്ല ആ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെങ്കിലും പ്രാർത്ഥനകൾ പ്രത്യേകമായി നടക്കുമ്പോൾ മാത്രമല്ല ഞാൻ എൻ്റെ കർത്താവിനെ അന്വേഷിക്കേണ്ടത്. കർത്താവ്, ഏത് സമയത്തും കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ, ഓ ഹല്ലേലൂയ, അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കപ്പെടുവാൻ കർത്താവേ എന്നെ ഇടയാക്കണമേ. അതിനു വേണ്ടിയാണല്ലോ കർത്താവേ നീ എന്നെ വീണ്ടെടുത്തത്, നീ എന്നെ സ്നേഹിച്ചത്. കർത്താവേ, ആ പ്രവൃത്തിക്ക് വേണ്ടി ആയിത്തീരുവാൻ ഇന്ന് പൽക്കാലം ഇടയായിത്തീരട്ടെ. നമ്മുടെ ജീവിതത്തെ ദൈവങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. കർത്താവേ, നീ എൻ്റെ പ്രാർത്ഥനാ ശബ്ദത്തെ കേൾക്കുന്ന ദൈവമാണ്, എൻ്റെ വിഷയങ്ങളുടെ നടുവിൽ എന്നെ സഹായിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ നിലവിളിക്കുമ്പോൾ എന്നെ സഹായിപ്പാ അവിടുന്ന് എഴുന്നേൽക്കുന്ന ദൈവമാണ്. അവിടെ നിന്ന് പോൽക്കാലം നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിലും നമ്മളെ സഹായിപ്പാൻ കർത്താവിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നാം ഈ സമയം ഹല്ലേലൂയ വിഷയങ്ങളെ ദൈവം മുമ്പാകെ ഇറക്കി വെക്കാം. കർത്താവേ, അവിടെ നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്, വിഷയങ്ങളുടെ നടുവിൽ നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ദൈവമേ, നീ
എൻ്റെ നേർച്ചകളെ കേട്ട്, ഹല്ലേലൂയ, നീ എൻ്റെ നേർച്ചകളെ കേട്ട് നീ കേൾക്കുന്ന ദൈവമാണ്. ദൈവസന്നിധി ഞാൻ നേരുന്നത് കേൾക്കുന്ന ദൈവമാണ്. ദൈവസന്നിധി ഞാൻ യാചിക്കുന്ന കേൾക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ നിശ്ചയമായി അവൻ അയക്കുന്ന ദൈവമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവങ്ങളിലേക്ക് വഹിക്കാം. അവരെ കർത്താവ് വിടിവിക്കട്ടെ. വിശേഷ രഞ്ജു ബ്രദറിനെ ദൈവങ്ങളിൽ ഏൽപ്പിക്കുക. ഹോസ്പിറ്റലിൽ വളരെ ദിവസങ്ങളായി ഹോസ്പിറ്റലിലായിരിക്കുന്നല്ലോ. രഞ്ജു ബ്രദറിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ട് സഭയെ ഒരുമിച്ച് അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആരംഭ സെഷനിൽ തന്നെ പ്രാർത്ഥിച്ചാട്ടെ. റബല ശംദല ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, രഞ്ജു ബ്രദറിന്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ കർത്താവെ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടണമേ. കർത്താവെ, നിന്നാൽ കഴിയാത്തതായ ഒന്നുമില്ല, നിന്നാൽ കഴിയാത്തതായ ഒന്നുമില്ല. കർത്താവെ, അവസ്ഥയെ മാറ്റുവാൻ കർത്താവെ നിന്നെ കഴിയാത്തതായ ഒന്നുമില്ല. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവെ നിന്റെ ദാസന്റെ ജീവിതത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവെ, നീ എവിടുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ. ആടെങ്കിൽ മീതെ നടന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേക്കുന്ന ദൈവം. ക്ഷീണിക്കുമ്പോൾ, ഞങ്ങൾ വേദനിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രതിക്രിയ നടത്തുന്ന ദൈവമാ ഞങ്ങളുടെ ദൈവം. കർത്താവേ, ഞങ്ങളെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം രഞ്ജുപുരന്റെ ജീവിതത്തിൽ വിടുതല ചെയ്യണം. കർത്താവേ, സൗഖ്യത്തിന്റെ കരം ഞങ്ങൾ സഭയായി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. ഒരു വലിയ വിടുതലിനെ സാക്ഷിയാക്കി തീർക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദീന ദൈവനാഥൻ നാമം, ദൈവപുത്രന്റെ നാമം ഉയർത്തപ്പെടുക, ദൈവപുത്രന്റെ നാമം ഭവനത്തിൽ ഉയർത്തപ്പെടുക. ഈ ദീനം കർത്താവേ അങ്ങയുടെ പ്രവൃത്തിക്ക് വേണ്ടി റബല ശൗഡലബ ഹുഡബ ശംദല ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ആയിത്തീരുവോ. സഭയായി ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഒരു വലിയ വിടുതൽ കർത്താവ് അയക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തി, അങ്ങയുടെ നാമത്തിന്റെ വിളിവ് നിങ്ങൾ ക്ഷണിക്കുമ്പോൾ അവിടെ ഞങ്ങളെ കരുതുവാൻ, ഞങ്ങൾക്ക് വിടുതൽ നൽകുവാൻ, ആശ്വാസം നൽകുവാൻ അവിടെ നിങ്ങളുടെ ചാരത്ത് എപ്പോഴും ഉണ്ട്. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കും കർത്താവ് നീ സമീപസ്ഥനാണ്. നിങ്ങൾ വിദൂരല്ല കർത്താവെ നിൻ്റെ പ്രവൃത്തി. കർത്താവെ, പൂർണ്ണമായ വിടുതൽ സൗഖ്യത്തിന് ഇത്രയും വേഗത്തിൽ കർത്താവെ ഹോസ്പിറ്റലിൽ നിന്ന് കർത്താവ് അത് കടന്നു വരും. കർത്താവിടെ ആക്കണമേ. പൂർണ്ണമായ വിടുതലിൻ്റെ കരം കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം. ഇനി എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിൻ്റെ മേലെല്ലാം സ്വർഗത്തിലെ കരം കർത്താവേ, സ്വർഗത്തിലെ കരം ആരത്തിനും മീതെ ഹാലലു വ്യാപരിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ കരം കർത്താവേ, ഹാലലു ഇരുളുണ്ടായിരുന്നെങ്കിലും ആഴത്തിൻ്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ കരം കർത്താവേ, ഹാലലൂയ്യ. ദൈവാത്മാവിൻ്റെ കരം കർത്താവേ, ഹാലലൂയ്യ. എല്ലാ പ്രതിസന്ധികളെ നീക്കുന്ന ദൈവത്തിൻ്റെ കരം കർത്താവേ, ആഴത്തിൻ്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഒരു വലിയ പരിവർത്തനം നടക്കട്ടെ. ഒരു വലിയ പരിവർത്തനം കർത്താവേ, ആഴത്തിന്റെ മീതെ, ഓർഗൻസിന്റെ മീതെ, ഹാർട്ടിന്റെ മീതെ കർത്താവേ, ഒരു പരിവർത്തിക്കുന്ന ശക്തി, പരിവർത്തനത്തിന്റെ ശക്തി യേശു കർത്താവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സമശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ഹീലിംഗ് പവർ കർത്താവേ, ഒരു വലിയ ആശ്വാസം, വലിയൊരു വിടുതൽ കർത്താവ് പകരുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദിവസങ്ങൾ ഞങ്ങളുടെ സാക്ഷിയാക്കി, ഞങ്ങളുടെ പൈതലാക്കി, ഞങ്ങളുടെ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവേ നീ അവിടുന്ന് വേർതിരിച്ച കർത്താവെ ഞങ്ങളുടെ പ്രവൃത്തിക്ക് വേണ്ടി അവിടെ തീർക്കുന്നതിനാണ് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. കടന്നു വന്ന കർത്താവ് ദൈവങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വിവിധ ആവശ്യങ്ങളുമായി ഞങ്ങളുടെ സന്നിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, നീ ഇവിടെ സഹായിക്കണമേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ കർത്താവെ യഹോവയോട് എഴുന്നേറ്റ് ഞങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് പോൽക്കാലം നിനക്ക് വേണ്ടി എഴുന്നേറ്റ സകല വിഷയത്തിനകത്തും കർത്താവിൻ്റെ പ്രവൃത്തിയോട് നയിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരുനാമോടൊന്ന് മഹത്വം എടുക്കണം. തിരുകരങ്ങളിലേക്ക് വീണ്ടും താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന യാചന അവിടുന്ന് കേട്ടിരിക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയിട്ട് ദിവസത്തിലിരിക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും ദിവസമില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
വീണ്ടും ഒരു വിശുദ്ധ കാലം കൊണ്ട് നമുക്ക് കർത്താവിനെ വാഴ്ത്തുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഹല്ലേലൂയ. കർത്താവ് നമ്മൾ ദിവസത്തിലേക്ക് കടന്നു വന്ന ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ, ദൈവം ചെയ്ത ഹല്ലേലൂയ പ്രവൃത്തികളെ ഓർക്കുവാൻ കർത്താവ് ഒരുക്കിയ എല്ലാ സാവകാശത്തിനായി ഞാൻ കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി ഹല്ലേലൂയ നന്ദി അർപ്പിക്കുകയാണ്. ദൈവാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ദിനംതോറും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുവാൻ, ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ കർത്താവ് കൃപ ചെയ്യുന്നുവല്ലോ. അവിടുന്ന് നമ്മളെ അവസ്ഥകളെ അറിഞ്ഞ് നമ്മളെ വഴി നടത്തുവാൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദിവ്യമായ സാന്നിധ്യം നാം ആയിരിക്കുന്ന ഓരോ അവസ്ഥകളുടെ നടുവിലും കർത്താവിൻ്റെ കരം നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ സഹായിപ്പാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. 12 ദിവസങ്ങളിലൊക്കെ നമ്മുടെ പോലെ പ്രിയപ്പെട്ടവരും ശരീരമായ ഹല്ലേലൂയകളായൊക്കെ ഭാരപ്പെടുന്നു. എന്നാൽ അതിൽ നടുവിൽ കർത്താവ് നമ്മളെ ആശ്വാസങ്ങളും വിടുതൽ നൽകും. നിശ്ചയമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഏത് വിഷയങ്ങളുടെ നടുവിലും ദൈവമുഖത്തേക്ക് നോക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. ദൈവം നമ്മളെ സ്നേഹിച്ചത്, ദൈവത്തിൻ്റെ ആലോചനയാൽ നമ്മളെ നിറച്ചത്. ഏത് വിഷയങ്ങളുടെ നടുവിലും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. അങ്ങനെയെങ്കിൽ നിശ്ചയമായ ദിവസം കർത്താവ് നമുക്ക് ആശ്വാസങ്ങളെ നൽകും, വിടുതൽ നൽകും. ഇന്ന് പൽക്കാലം നമുക്കൊടുവിലായിട്ട് PAPയുടെ മീറ്റിംഗ് ഉണ്ട്. അതിനുവേണ്ടിയും പ്രിയപ്പെട്ടവരൊക്കെ, കുഞ്ഞുങ്ങളൊക്കെ അതിനുവേണ്ടിയും പ്രോഗ്രാമുകളൊക്കെ തയ്യാറായവർ വന്നിരിക്കുന്നവരെയും കർത്താവ് എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ശ്രവിച്ച് നമുക്ക് തുടർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഉള്ള സമയങ്ങൾ ക്രമീകരിക്കുകയാണ്. 61 സങ്കീർത്തനം അതിൻ്റെ പ്രാരംഭവാക്യങ്ങളെന്ന് വായിക്കാൻ നമ്മൾ പലപ്പോഴും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വേദഭാഗങ്ങളാണ് 61 സങ്കീർത്തനം. എൻ്റെ പ്രാരംഭവാക്യങ്ങൾ: ദൈവമേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഈ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത: ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. 2 കാര്യങ്ങൾ അവിടെ വെളിപ്പെടുന്നു. ഒന്ന്, എൻ്റെ നിലവിളി; 2, എൻ്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. ഈ 2 വിഷയങ്ങൾ, നിലവിളി ഉയരുന്നത് ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, വിഷയങ്ങളുടെ തീവ്രത ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നിലവിളിയായിട്ട്, ഒരു വെറും പ്രാർത്ഥനയായിട്ട് അവസാനിക്കുന്ന ജൽപ്പനങ്ങൾ, വാക്കുകൾ കൊണ്ട് അവസാനിക്കുന്ന കാര്യങ്ങളുമുണ്ട്. എന്നാൽ നിലവിളിയുമുണ്ട്, അല്ലേ? ദൈവസന്നിധിയിൽ നമ്മൾ കരഞ്ഞുള്ള പ്രാർത്ഥനയുണ്ട്. സാധാരണ കുറേ വാക്കുകൾ പറഞ്ഞാൽ ഇങ്ങനെ അനുഗ്രഹിക്കണേ, അവരെ അനുഗ്രഹിക്കണേ, അങ്ങനെ പറഞ്ഞു നിർത്തുന്നതുമുണ്ട്. എന്നാൽ വളരെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്ത് വിഷയത്തിൻ്റെ വിടുതലിന് വേണ്ടി നാം നിലവിളിയോട് കൂടി, കരച്ചിലോടുകൂടി ദൈവസന്നിധിയിൽ നിലമ്പാട് വീണ് കിടന്നുള്ള പ്രാർത്ഥനകളുണ്ട്. ഭക്തന്മാരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകളുണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെയും പല വിഷയങ്ങളുടെ നടുവിൽ നാം ആ വിഷയങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചില സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ അത് വിടുതലാണ്, ആശ്വാസമാണ്. ഇവിടെ ദാവീദ് തൻ്റെ വിഷയം നമുക്കിവിടെ, ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം പഠിച്ചു നോക്കിയപ്പോൾ, തൻ്റെ മകൻ അബ്ശാലോമിനെ പേടിച്ച് കഴിയുന്നൊരു കാലഘട്ടമാണ്. നമുക്കറിയാം, തൻ്റെ മുമ്പിൽ പ്രതീക്ഷയ്ക്കൊത്ത വാക്കുകളോ ആശ്വസിപ്പിക്കാനോ കംഫോർട്ട് ചെയ്യാനോ ആരുമില്ല. ഇനി ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുക ആരാ? തൻ്റെ കൊടുത്ത മകനായ അബ്ശാലോം തൻ്റെ ജീവിതത്തിൽ ഒരു പേടി സ്വപ്നമായി നിൽക്കുകയാണ്. അടുത്ത നിമിഷം തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി യാതൊരു വിവരവുമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരൊറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ദൈവത്തോട് എന്ത് ചോദിക്കുകയാണ്? ദൈവത്തോട് ഞാൻ നിലവിളിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കൾ, നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന അവസ്ഥകളുടെ നടുവിൽ, അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടാകാം. പലപ്പോഴും നാം ഒരുപോലെയുള്ള അവസ്ഥകൾ കൂടെ അല്ല കടന്നു പോകേണ്ടി വരുന്നത്. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അവസ്ഥയ്ക്ക് വ്യത്യാസങ്ങൾ സംഭവിച്ചാലും നമ്മുടെ ജീവിതത്തിൽ നാം നിലവിളിക്കുമ്പോൾ നമ്മളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നമ്മളെ ബലം പകരുവാൻ നമ്മളെ അറിയുന്ന, നന്നായിട്ട് അറിയുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ആ ഭയം നിറഞ്ഞ, പേടി നിറഞ്ഞ, അല്ലെ ഭയപ്പാടിൻ്റെ അനുഭവമുണ്ടെങ്കിലും താൻ എന്താണ്? ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എന്നുള്ള ഒരു വലിയ യാചനയുണ്ട്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ പുതിയതായി നമ്മുടെ ഈ ഡ്രോയിഡ് പ്രസ് സെൻ്റർ മീറ്റിങ്ങിൽ ഇന്ന് പോലക്കാലം കടന്നു വന്ന മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന ആക്സാസ് സിസ്റ്ററിനെ ഓർത്ത് കർത്താവിന് മഹത്വം അർപ്പിക്കുന്ന കഴിഞ്ഞ ദിവസക്കാലം നമ്മുടെ ജോസഫ് പ്രസൻറ്റേഷൻ സിസ്റ്റർ വഴിയാണ് സിസ്റ്ററിൻ്റെ കോൺടാക്റ്റ് ലഭിക്കാനിടയായത്. വിശേഷാൽ ദേശത്തേക്ക് കടന്നു വന്ന് ജോലിയോട് സംബന്ധിച്ച് ദേശത്തായിരിക്കുന്നു. കർത്താവ് ആക്സാസ് സിസ്റ്ററെ ഹാദവുമായിട്ട്, ഈ ഡ്രോയിഡ് പ്രസിഡന്റ് ഹാദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ഇറങ്ങളടിച്ച് കർത്താവിന് മഹത്വം കരയറ്റാം. വിശേഷാൽ
പ്രദേശത്ത് കടന്നു വന്ന് പുതിയ സാഹചര്യങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ സാന്നിധ്യം കുറിവ് അനുഭവിച്ചറിയാൻ ഇടയാകട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. സഹായിക്കുന്ന ജോലി സ്ഥാപനത്തിലും കർത്താവിൻ്റെ സാന്നിധ്യം കുറിവയും കൂടിയിരിക്കട്ടെ. കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എല്ലാവരെയും കർത്താവ് വീണ്ടും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കട്ടെ നമ്മളോട് വരും. എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. 2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. അതിനോട് ചേർന്ന് ചില വിഷയങ്ങളുടെ താൻ അവിടെ ആഡ് ചെയ്യുകയാണ്. ഈ പ്രാർത്ഥന കേൾക്കണമേ, നിലവിളി ശ്രദ്ധിക്കണമേ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യങ്ങളിനകത്ത് ചില കാര്യങ്ങളുടെ ജീവിതത്തിൻ്റെ ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു. അവിടെ 2ൽ നമ്മൾ കാണാൻ സാധിക്കും, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ശ്രദ്ധിക്കുക, നിലവിളിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ക്ഷീണം വരത്തില്ലേ? അത് പ്രധാനപ്പെട്ട ഒരു ക്ഷീണം വരുന്നൊരവസ്ഥ ഉണ്ട്. എന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ അല്ലെങ്കിൽ എല്ലാം നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മൾ നടക്കാതിരിക്കുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് തോന്നാം, അല്ലെങ്കിൽ നമുക്ക് നേരിടാവുന്നൊരു കാര്യമാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞ എൻ്റെ ഹൃദയം ക്ഷീണിക്കും. ക്ഷീണത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട്. എന്നാൽ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ആ ക്ഷീണമാണെന്ന് പറഞ്ഞ് ആ അവസ്ഥയിൽ ഞാൻ കഴിഞ്ഞുകൂടുകയല്ല. ആ ക്ഷീണിച്ച് കിടക്കുന്ന അവസ്ഥയ്ക്കകത്തുനിന്ന് ഞാൻ ഏതറ്റത്താണെങ്കിലും, ഞാൻ ഏത് അറ്റത്താ കിടക്കുന്നെങ്കിലും ഞാൻ ആരെ വിളിച്ചപേക്ഷിക്കും? ആരെ വിളിച്ചപേക്ഷിക്കും? അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. ജീവിതത്തിൽ ഹല്ലേലൂയ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് ആരെയാ വിളിച്ചപേക്ഷിക്കേണ്ടതെന്നുള്ള ആ വലിയ ബോധ്യം തൻ്റെ ജീവിതത്തിലുണ്ട്. ആരിലേക്കാ താൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുള്ള ഒരു വലിയ വിചാരം തൻ്റെ ഉള്ളിലുണ്ട്. ആരാണ് വിഷയങ്ങളുടെ മേൽ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നതെന്ന് ഉള്ള ഒരു വിചാരം തൻ്റെ ഉള്ളിലുണ്ട്. ആ ബോധ്യം ഒരുവൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഹിസ് ലൈഫ് വിൽ be a real committed Christ centered ലൈഫ് എന്ന് പറഞ്ഞാൽ അവിടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുത്തൊരു ജീവിതമുണ്ട്. ദൈവത്താൽ ഹല്ലേലൂയ ബോധ്യപ്പെട്ട ജീവിതമാണ് എൻ്റെ ജീവിതം. ഇതിനകത്തേക്ക് വന്നു കയറുന്ന വിഷയങ്ങൾ, ഇതിനകത്തേക്ക് എന്നെ ഒലയ്ക്കുന്ന വിഷയങ്ങൾ, ഇതിനകത്ത് എൻ്റെ ജീവിതത്തിൽ ഒലച്ചുകൾ കൂടെ ഹല്ലേലൂയ കടന്നു പോകുന്ന വിഷയം, ഏത് വിഷയമാണെങ്കിലും ഹല്ലേലൂയ എനിക്ക് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ അവനെ തന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്. പ്രാർത്ഥനയ്ക്കകത്ത് ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കുന്നു. എന്താ സ്റ്റെപ്പ് എടുക്കുന്നത്? ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എനിക്ക് അത്യുന്നതനായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. ഹല്ലേലൂയ. എൻ്റെ ആശ്രയമെല്ലാം ഇവിടെ കുറയുമ്പോൾ, ഭൂമിയിലെ ആശ്രയങ്ങൾക്ക് വ്യത്യാസം വരുമ്പോൾ എന്നെ നടത്തേണ്ടത് ഒരുവനിലേക്ക് മാത്രമാ. അതാരാണ്? അവന് മാറ്റമില്ല. ഹല്ലേലൂയ. മാറ്റമില്ലാത്ത ഒരുവനായി അവൻ നിലകൊള്ളുന്നു. ഹല്ലേലൂയ. അവങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ ഇന്ന് പകൽക്കാലം ഉയർത്തുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവം നൽകുന്ന ഹല്ലേലൂയ എല്ലാ സാഹചര്യങ്ങളെ ഓർത്ത് നാം ദൈവത്തിന് നന്ദി അർപ്പിക്കേണ്ടവരാണ്. ഒറ്റപ്പെടൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥകൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവം നമ്മളെ വിഷയങ്ങളുടെ നടുവിൽ നമ്മളെ ഹല്ലേലൂയ താങ്ങി നടത്തുന്ന ആ കൃപകളെ ഓർത്ത് നാം നന്ദി അർപ്പിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വാർത്താ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ മീഡിയയിൽ കൂടെയൊക്കെ കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. വളരെയധികം ദുഃഖം നിറഞ്ഞ ഹല്ലേലൂയ നമ്മുടെ സമപ്രായക്കാർ ഹല്ലേലൂയ ഹല്ലേലൂയ കുവൈറ്റിൻ്റെ പ്രദേശത്ത് നിന്ന് വളരെ പ്രതീക്ഷയോടെ കുടുംബങ്ങളെ നോക്കുവാൻ, കുഞ്ഞുങ്ങളെ നോക്കുവാൻ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സംരക്ഷണം ചെയ്യുവാനായിട്ട് നമ്മുടെ അനേക പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ പ്രവാസത്തിലേക്ക് പോയി അവിടെ ജോലിയിലായിരുന്ന പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ ദൈവമക്കളും അല്ലാത്തവരും എല്ലാം ഒരുപോലെ അവിടെ കൂടി താമസിക്കുന്ന സ്ഥലമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ നനച്ചിരിക്കാത്ത സമയത്ത് എന്ത് സംഭവിക്കുകയാണ്? അവരുടെ ജീവിതം ഈ ലോകത്ത് നിന്ന് എല്ലാ ഹല്ലേലൂയ അനേകർ കടന്നുപോയി. എന്നാൽ പ്രതീക്ഷയോടെ അവരെ കാത്തിരുന്നവരുടെ മുമ്പിലേക്ക് വന്നത് എന്താണ്? ഹല്ലേലൂയ. അവരെ പ്രതീക്ഷിച്ചിരുന്നവരുടെ മുമ്പിലേക്ക് വന്നത് പ്രതീക്ഷ
കാര്യങ്ങളുമായി അവർ ഹല്ലേലൂയ ആയിത്തീരുവാനിടയായി തീർന്നത്. ഈ മക്കളെ, ദൈവം നമുക്ക് നൽകുന്ന ആശ്വാസങ്ങളെ, വിടുതലുകളെ നാം ഓർക്കുന്നവരാണോ? നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യം, ആയുസ് എവിടെയാണ് നാം തീരുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. എവിടെയാണ് ഹല്ലേലൂയ നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തിൽ, ആയുസ്സിൽ നാം കർത്താവിന് വേണ്ടി നിലകൊള്ളേണ്ടവരാണ്. ദൈവത്തിന് വേണ്ടി സാക്ഷിയായി തീരേണ്ടവരാണ്. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാം തികഞ്ഞിട്ട്, എല്ലാം ഒരുങ്ങി വന്നിട്ട് നമുക്ക് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം പ്രിപ്പയറായിട്ട് കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഉള്ള സമയത്ത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏതൊക്കെ സമയങ്ങളിലാണോ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തരുന്ന സമയങ്ങളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, സാക്ഷിയായി തീരുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. പല ദൈവമക്കളും കർത്താവിന് വേണ്ടി സാക്ഷിയായി ഹല്ലേലൂയ തീർന്ന പ്രിയപ്പെട്ടവരാണ്. കർത്താവ് നമുക്ക് നൽകുന്ന ഏതവസ്ഥയിലും കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ആയിത്തീരുവാൻ ഇടയായി തീരട്ടെ. വിശേഷാൽ കുടുംബങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. അനേക കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ, അവർ മാതാപിതാക്കൾ ഹല്ലേലൂയ, മറ്റ് സ്പൗസുകളൊക്കെയും അവരെല്ലാം വളരെയധികം ദുഃഖത്തിൽ കൂടെ അത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പല പ്രിയപ്പെട്ടവരും ഉണ്ടായിരുന്നു, ഞാൻ അപകടസ്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ടവരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും ഓർത്ത് നമുക്ക് ദൈവങ്ങളിൽ പ്രാർത്ഥിപ്പാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. അവിടെ ദാവീദ് പറയുന്ന, നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നുവല്ലോ. 1-ാം വാക്യത്തിൽ നിലവിളി ഉയർന്നു, പ്രാർത്ഥന ഉയർന്നു, ദൈവത്തോട് അഭയാചന അർപ്പിക്കുകയാണ്, വിഷയങ്ങളെ നിരത്തി വയ്ക്കുകയാണ്. എന്നാൽ ഇവിടെ താൻ പറയുന്നു, നീ എനിക്കൊരു സങ്കേതമാണ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ആശ്രയം, ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴും എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ ദൈവം ഹല്ലേലൂയ എനിക്ക് ആശ്രയമായിട്ടുണ്ട്. ഞാൻ ക്ഷീണിച്ച് നിൽക്കുമ്പോഴും എൻ്റെ ദൈവം എനിക്ക് ആശ്രയമായിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ക്ഷീണിച്ച് മനം തളർന്ന് നിൽക്കുമ്പോഴും എൻ്റെ ദൈവം എനിക്ക് ആശ്രയമായിട്ടുണ്ട്. അതാണ്, നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ, എനിക്ക് എങ്ങനെയായിരിക്കുന്ന കാണുന്നത്? ശത്രുവിൻ്റെ നേരെ നീ എനിക്ക് ഉറപ്പുള്ളൊരു ഗോപുരമാണ്. ശത്രുവിൻ്റെ നേരെ എങ്ങനെയെങ്കിലും ആടുന്നൊരു ഗോപുരമല്ല, എനിക്ക് ഉറപ്പുള്ളൊരു ഗോപുരമാണ്. ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഓടിച്ചെന്ന് ഹല്ലേലൂയ അഭയം പ്രാപിക്കാനുള്ളൊരു ഗോപുരം, ഒരു ആശ്രയം. പലയിടത്തും ഹല്ലേലൂയ ആശ്രയങ്ങളൊക്കെ അറ്റുപോകുമായിരിക്കും. എന്നാൽ നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ അവൻ ആശ്രയം കൊള്ളാവുന്ന ഹല്ലേലൂയ ഒരു സങ്കേതമാണ്, ഉറപ്പുള്ളൊരു ഗോപുരമാണ്. ഇനി അത് മാത്രമല്ല, അവിടെ ചില കാര്യങ്ങൾ പറയുന്നത് നാം വായിച്ച ഹല്ലേലൂയ, അവന് എനിക്ക് എങ്ങനെയായിരിക്കും? ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. അവൻ എനിക്ക് കൂടാരമാണ്. അനർത്ഥങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ഹല്ലേലൂയ ആരും എന്നെ സംരക്ഷിക്കാനില്ലാത്തപ്പോൾ അവൻ എനിക്കൊരു കൂടാരമാണ്. ഹല്ലേലൂയ. പിന്നെന്താണ്? നിൻ്റെ ചിറകിൻ്റെ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ഹല്ലേലൂയ. നിൻ്റെ ചിറകിൻ്റെ മറവിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിലേക്ക് വിഷയങ്ങൾ ഏറുമ്പോൾ, ഭാരങ്ങൾ ഏറുമ്പോൾ, നിൻ്റെ ചിറകിൻ്റെ മറവിൽ എന്നെ സമർപ്പിക്കും എന്ന് എത്ര പേർക്ക് പറയാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. നിന്റെ ചിറകിന്റെ മറവിലാണ്, നീ എനിക്ക് ഗോപുരമാണ്, നീ എനിക്ക് പാറയാണ്, ആശ്രയം ഇല്ലാത്ത ഈ ലോകത്തിൽ കർത്താവേ നീ എനിക്ക് ഹല്ലേലൂയ എൻ്റെ സകലതുമാണ്. നിന്റെ ചിറകിന്റെ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ഹല്ലേലൂയ. ആ ഭാഗം കർത്താവ് നമ്മളോട് ഇടപെടുന്നത്, ഏത് വിഷയങ്ങളുടെ നടുവിലും അവൻ ഹല്ലേലൂയ നമ്മളെ നടത്തുവാൻ അവൻ സന്നദ്ധനായ ദൈവമാണ്. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 40-ാം അധ്യായം അതിൻ്റെ ചില വാക്യങ്ങളോട് നമുക്ക് വായിക്കാം. യെശയ്യാപ്രവചനം 40-ാം അധ്യായം ഹല്ലേലൂയ 41:9, 41 verses 9. ഹല്ലേലൂയ. ഐസയ ചാപ്റ്റർ 41 verses 9. യെസ്. Praise the Lord. Yes. Hallelujah. അവിടെ നമുക്ക് ആ ഭാഗങ്ങളിൽ കൂടെ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി, കരുതൽ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ. നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും. ഹല്ലേലൂയ. നീ എൻ്റെ ദാസൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നിയോഗിച്ച ദാസനെ പറ്റി അവിടെ പറയുന്നു. ഇസ്രായേലിനെ പറ്റി, യാക്കോബിനെ പറ്റി പറയുകയാണ്, നീ എൻ്റെ ദാസൻ, എൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ നിന്നെ തിരഞ്ഞെടുത്ത്
തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ നിന്നെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? എൻ്റെ പ്രവർത്തിക്ക് വേണ്ടി നിന്നെ ആക്കിയത്. ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ. ഹല്ലേലൂയ. അനേക വിഷയങ്ങൾ വരുമ്പോൾ നിന്നെ എങ്ങനെ കളയാമായിരിക്കും? നിന്നെ നിരസിച്ച് കളയാം. അവരുടെ ചിന്തകളിൽ പോലും, ഹല്ലേലൂയ, അവരുടെ വാക്കുകളിൽ പോലും പലപ്പോഴും നിന്നെ നിരസിച്ച് കളയാൻ ഇടയായിത്തീരും. എന്നാൽ ഞാൻ നിന്നെ വിളിച്ച് വേർതിരിച്ച് എൻ്റെ പ്രവർത്തിക്ക് വേണ്ടി ആക്കിയത് നിരസിച്ച് കളയുവാനല്ല. എത്ര പേര് ഇന്ന് പോൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? ദൈവം എന്നെ സ്നേഹിച്ചത്, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വേർതിരിക്കപ്പെട്ടത്, അവൻ്റെ സാക്ഷിയായി തീർന്നത്, അവൻ്റെ കൽപ്പനകളെ ഞാൻ അനുസരിച്ചത്, എന്നോടുള്ള ദൈവത്തിൻ്റെ ശബ്ദം അവൻ എന്നെ നിരസിച്ച് കളയാതെ ഈ മരുഭൂമി യാത്രയിൽ എന്നെ നടത്തുന്ന ദൈവമാണ്. ഏതവസ്ഥയ്ക്കകത്തും ഹല്ലേലൂയ, ആരെന്നെ നിരസിച്ച് കളഞ്ഞാലും അവൻ എന്നെ നിരസിച്ച് കളയത്തില്ല. അവൻ എന്നോട് കരുണയുണ്ട്, പ്രിയമുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ ഹല്ലേലൂയ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനുമായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട വിഷയങ്ങൾ വരുമ്പോൾ നീ ഭയപ്പെട്ടു പോകേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആര് നിന്നെ നിരസിച്ച് കളഞ്ഞാലും, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ നിന്നെ നിരസിക്കാതെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണെന്ന് ഹല്ലേലൂയ ആ ഭാഗങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാകുന്നു. ദൈവം ഹല്ലേലൂയ നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ ആ അത്യുന്നതനായ പാറയിലേക്ക് നമ്മളെ നടത്തുന്നത്, ഹല്ലേലൂയ അവൻ്റെ പ്രവൃത്തിയിലേക്ക് ഗോപുരമായി ഹല്ലേലൂയ ആശ്രയം നാം വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു കരുതലുണ്ട് എൻ്റെ ജീവിതത്തിൽ. അവൻ എന്നെ നിരസിച്ച് കളയാതെ എന്നെ ചേർത്തണയ്ക്കുന്ന ഒരു അനുഭവമുണ്ട്. ഇന്ന് പോലെ കാലം വിഷയങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ ആ ചേർത്തണയ്ക്കുന്ന ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം. അപ്പാ, നീ എന്നെ ചേർത്തണയ്ക്കുന്ന ദൈവമാണ്. ഞാൻ ഭാരപ്പെടുമ്പോൾ നീ എന്നെ ചേർത്തണയ്ക്കൂ. എൻ്റെ വിഷയത്തിൽ ഞാൻ ലജ്ജിച്ചു പോകുമോ? ഞാൻ ഇല്ലായ്മയായി പോകുമോ? ഇല്ല, നീ എന്നെ നിരസിച്ച് കളയാതെ എന്നെ ചേർത്തണയ്ക്കുവാൻ ഇടയായിത്തീരും. എൻ്റെ ഭാവിപരമായ കാര്യങ്ങളുടെ നടുവിൽ, എൻ്റെ തലമുറയുടെ നടുവിൽ കർത്താവേ, നീ എന്നെ നിരസിച്ച് കളയാതെ നീ എന്നെ നിർത്തുന്ന ആ കൃപകളെ ഓർത്ത ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ഭക്തൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിൻ്റെ കരുതലുകൾ ഉള്ളതുപോലെ ദൈവത്തിന് അവനോട് ഇടപെടാനുള്ളത് ഇല്ല. ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ എൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ നിന്നെ ആക്കി വെക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലങ്കൈ എന്തിനു വേണ്ടിയുള്ളതാണ്? തൻ്റെ ജനത്തെ, ആശ്രയം വെക്കുന്ന ജനത്തെ താങ്ങി നിർത്തുവാൻ ദൈവത്തിൻ്റെ വലങ്കൈ ഉണ്ട് കേട്ടോ. ഇന്ന് കാലം ഹല്ലേലൂയ ലോകം നമ്മളെ നിരസിച്ച് കളഞ്ഞാലും, ലോകം അനേകർ ഹല്ലേലൂയ നമ്മളെ നിരസിച്ച് കളഞ്ഞാലും ദൈവത്തിൻ്റെ കരം നമ്മളെ താങ്ങി നിർത്തുന്ന കരമാണ്. നമ്മളെ ഹല്ലേലൂയ ലോകത്തിൻ്റെ മുമ്പാകെ ഹല്ലേലൂയ നമ്മളെ താങ്ങി നിർത്തുന്ന കരമുണ്ട്. ഹല്ലേലൂയ. നാം ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് കാലം ആ താങ്ങുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് ഹല്ലേലൂയ പറയാം. കർത്താവേ, നീ എന്നെ നടത്തുവാൻ മതിയായ ദൈവമായി എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ എന്നെ സഹായിപ്പാൻ എന്നോട് കൂടെയുണ്ട്. നീ എൻ്റെ വിഷയങ്ങളുടെ നടുവിൽ കരുണ കാണിപ്പാൻ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ്റെ ചിറകിൻ കീഴിൽ ഹല്ലേലൂയ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ഹല്ലേലൂയ. അഞ്ചിൽ ദൈവമേ, നീ എൻ്റെ നേർച്ചകളെ കേട്ട് നിൻ്റെ നാമത്തെ ഭയപ്പെടുന്ന അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. നീ എൻ്റെ നേർച്ചകളെ കേട്ടു. നേർച്ചകളെ കേട്ട് എന്നെ ആദരിക്കുന്ന ദൈവം. ഓ ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഞാൻ നേരുന്നത്, ഓ എൻ്റെ വിഷയങ്ങളുടെ നടുവിൽ എൻ്റെ ശബ്ദം ഹല്ലേലൂയ അവൻ എനിക്ക് വേണ്ടി വീണ്ടും പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവനിൽ ആശ്രയം വെക്കുന്നെങ്കിൽ നിശ്ചയമായി ഇന്ന് കാലം വിഷയങ്ങളുടെ നടുവിൽ ആ ദൈവത്തിൻ്റെ കരം സഹായിപ്പാൻ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആകുലതയുടെ നടുവിൽ ഹല്ലേലൂയ നാം ഭാരപ്പെട്ടു പോകേണ്ട. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം ഹല്ലേലൂയ എൻ്റെ ചില വാചകം കൂടെ വായിക്കാം. എന്നെ സഹായിപ്പാൻ അവൻ എന്നോട് കൂടെയുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം എൻ്റെ 18-ാം അധ്യായം. ഹല്ലേലൂയ. എന്നെ സഹായിപ്പാൻ അവൻ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ദൈവമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം എൻ്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സ് 7. യെസ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ കാണുന്നത്
ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ രാപ്പകൽ ഹല്ലേലൂയ തന്നോട് നിലവിളിക്കുന്ന, തൻ്റെ സന്നിധിയിൽ നിലവിളിയോടെ പ്രാർത്ഥനയോടെ ചേർന്ന് വരുന്ന ഒരു ദൈവത്തിനെ പറ്റിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവമോ രാപ്പകൽ ഹല്ലേലൂയ ഇടവിടാതെ ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു ദൈവത്തിലാണോ രാപ്പകൽ ഹല്ലേലൂയ അവൻ്റെ മുഖം അന്വേഷിക്കുന്ന ദൈവത്തിനെ പറ്റിയാണ് ഹല്ലേലൂയ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ എങ്ങനെ വിടുവിക്കും? അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? ഹല്ലേലൂയ അവർക്ക് വേണ്ടി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയില്ലയോ? അവരുടെ വിഷയത്തിനകത്ത് ഇടപെടുവാൻ ഹല്ലേലൂയ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാരുടെ കാര്യത്തിൽ ഹല്ലേലൂയ അവരെ പ്രതിക്രിയ നടത്തി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി അവരെ വിടുവിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. ഇവിടെ കാണാൻ സാധിക്കും, our Lord hallelujah, even his own elect hallelujah, which cry day and night unto him, and thou he be along with them hallelujah, hallelujah, day and night hallelujah, those who cry hallelujah day and night. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നത് വല്ലപ്പോഴുമല്ല. ഞാൻ അതിൻ്റെ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ചില ദിവസങ്ങളോ മാത്രമോ അല്ല, നിരന്തരമായി ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക, നിരന്തരമായി കർത്താവിൻ്റെ മുഖം തേടുക, നിരന്തരമായി ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഹല്ലേലൂയ സമർപ്പിക്കപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ എന്തുണ്ട്? നിശ്ചയമായി അവൻ എന്നെ പ്രതിക്രിയ നടത്തി എനിക്ക് വേണ്ടി അവൻ്റെ പ്രവൃത്തി അയക്കുക തന്നെ ചെയ്യുന്ന കാലം വിശ്വസിക്കുന്ന കർത്താവിന് മഹത്വം അർപ്പിക്കും. കർത്താവേ, നീ എൻ്റെ വിഷയത്തിനകത്ത് എനിക്ക് വേണ്ടി നിന്റെ പ്രവൃത്തി അയക്കുന്ന ദൈവമാണ്. നിരന്തരമായ മുഖം അന്വേഷിക്കട്ടെ, നിരന്തരമായി കർത്താവിൻ്റെ മുഖം അന്വേഷിക്കട്ടെ. നിലവിൽ കൂടെ ആയിരിക്കാം, പ്രാർത്ഥനയിൽ കൂടെ ആയിരിക്കാം ഹല്ലേലൂയ. എന്നാൽ നിശ്ചയമായി അവൻ്റെ കരത്തിൽ നാം സമ്മിറ്റ് കൊടുക്കുന്നെങ്കിൽ അവൻ നമുക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി നമ്മളെ വിടിവിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് കാലം ഏതാകലുള്ളതിൽ നടുവിലും കർത്താവേ നിന്റെ മുഖം അന്വേഷിക്കുവാൻ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാൻ കർത്താവ് നമുക്ക് ഹല്ലേലൂയ ഒരുക്കുന്ന അവസ്ഥകളിൽ നിശ്ചയമായി ദൈവം നമുക്ക് വേണ്ടി ഹല്ലേലൂയ പ്രതിക്രിയ നടത്തി നമ്മളെ രക്ഷിപ്പാനിടയായി തീരട്ടെ. നിന്റെ നാമം ഹല്ലേലൂയ ഭയപ്പെടുന്ന അവകാശമായി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, നീ രാജാവിൻ്റെ ആയുസ്സിന് ദീർഘമാക്കും, അവൻ്റെ സംവത്സരങ്ങൾ തലമുറയോളം ഇരിക്കും, അവൻ എന്നേക്കും ദിവസങ്ങളിൽ വസിക്കും, അവനെ പരിപാലിക്കേണ്ടതിൻ്റെയും വിശ്വസ്തതയും കൽപ്പിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തുണ്ട്? ദയയുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തുണ്ട്? വിശ്വസ്തതയുണ്ട്. ഇന്ന് കാലമാകൃതിയോടെ വന്ന വിഷയത്തിനകത്ത് ദൈവം നമ്മളെ നിശ്ചയമായി പ്രതിക്രിയ നടത്തി രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പക്കൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പക്കൽ വഴികളുണ്ട്. നാം ക്ഷീണിച്ചു പോകേണ്ട. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി വഴികളെ തുറന്ന് ഹല്ലേലൂയ നമ്മളെ നടത്തുവാൻ അവൻ്റെ പക്കൽ വഴിയുണ്ട്. അവൻ്റെ പക്കൽ ഹല്ലേലൂയ വഴിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? എൻ്റെ ദൈവത്തിൻ്റെ കൈ വരകളുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ വിചാരങ്ങൾ തീർന്നു പോയിട്ടില്ല. എൻ്റെ ദൈവത്തിന് എന്നെ പറ്റിയുള്ള വിചാരം അവസാനിച്ചിട്ടില്ല, അത് തീർന്നു പോയിട്ടില്ല. എനിക്ക് വേണ്ടി അവൻ വഴികളെ തുറന്ന് എന്നെ നടത്തുവാൻ അവൻ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ വഴി ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കാലം വെളിപ്പെടട്ടെ. നേർച്ചകളെ ദിവസങ്ങളിലേക്ക് താഴ്ത്തി കൊടുത്തുകൊണ്ട് കർത്താവേ നിന്റെ മുഖം അന്വേഷിക്കുന്നവരായി തീരുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. നിലവിളി ഉയർന്നു, ഹൃദയം ക്ഷീണിച്ചപ്പോൾ ഇല്ല, എന്നെ തിരികെ കയറ്റുവാൻ, എൻ്റെ അവസ്ഥകളിൽ നിന്ന് എന്നെ തിരികെ രക്ഷിപ്പാൻ അവൻ എന്നോട് കൂടെയുണ്ട്. അവൻ എന്നെ സഹായിപ്പാൻ അത്യുന്നതനായ പാറയാണ്, എന്നെ സഹായിപ്പാൻ അവൻ സങ്കേതമാണ്, എന്നെ സഹായിപ്പാൻ അവൻ ഉറപ്പുള്ള ഗോപുരമാണ്, അവൻ എന്നെ സഹായിപ്പാൻ ഹല്ലേലൂയ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ ചിറകിൻ്റെ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. കർത്താവേ, ഞങ്ങളുടെ അവസ്ഥകളുടെ നടുവിൽ നിന്നെ നോക്കുവാൻ, നിന്റെ പ്രവൃത്തിയിൽ ഞങ്ങളെ ഒന്നുകൂടെ സമർപ്പിക്കപ്പെടുവാനിടയായിത്തീരും. നമുക്ക് ദിവസം എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, ആ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കൂടെ അയക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ആകുലതയിലായി തീരുമ്പോൾ നിശ്ചയമായി ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവൻ എന്നെ തിരികെ കയറ്റുന്ന ദൈവമാണ്. രക്ഷയില്ലെന്ന് ഹല്ലേലൂയ അനേകർ പറയുമ്പോൾ ഇല്ല, അവൻ എന്നെ തിരികെ
തിരികെ കയറ്റും. ഹല്ലേലൂയ. ആളുകളുടെ നടുവിൽ ഹല്ലേലൂയ ഞാൻ ഇന്ന് ഓർത്തിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ഇല്ല, അവൻ എന്നെ തിരികെ കയറ്റും. അവൻ എന്നെ തിരികെ കയറ്റും. ഹല്ലേലൂയ. ഞാൻ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് അവൻ എന്നെ തിരികെ കയറ്റും. ഹല്ലേലൂയ. എന്നെ ഉറപ്പുള്ളടുത്ത് ഹല്ലേലൂയ അവൻ എന്നെ നിർത്തും. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുമ്പാകെ കർത്താവേ ഞാൻ എന്ത് മറുപടി പറയും? ഹല്ലേലൂയ. ഈ വിഷയത്തിനകത്ത് എന്നെ ആര് സഹായിക്കും? ഹല്ലേലൂയ. ഇല്ല, ഞാൻ ക്ഷീണിക്കുമ്പോൾ എന്നെ തിരികെ കയറ്റുവാൻ അവൻ എന്നോട് കൂടെയുണ്ട്. എന്നെ തിരികെ രക്ഷിപ്പാൻ അവൻ എന്നോട് കൂടെയുണ്ട്. അവൻ എൻ്റെ വിഷയത്തിനകത്ത് എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആഗാർ ഹല്ലേലൂയ മരുഭൂമിയിൽ കടന്നുകൊണ്ട് ഹല്ലേലൂയ പൈതലിന്റെ മരണം ഹല്ലേലൂയ കാണുവാൻ അവൾക്ക് ഹല്ലേലൂയ അമ്പിമ്പാട് ദൂരത്തേക്ക് അവൾ മറയപ്പെടുകയാണ്. ഇല്ല, എന്ത് സംഭവിക്കാൻ പോകുന്നു? ഹല്ലേലൂയ. എല്ലാം അവസാനിച്ചു. ഇവിടെ ഹല്ലേലൂയ മരണം മാത്രമാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇനിയും ഹല്ലേലൂയ ഒരു കരുതലില്ല. അബ്രഹാമിന്റെ വീട്ടിൽ നിന്നുള്ള ഭവനത്തിൽ നിന്നുള്ള കതിരുകൾ എല്ലാ വാതിലുകളും അടഞ്ഞു. ഇനി ഒരു വഴിയുണ്ടോ? ഇനി ഒരു പ്രതീക്ഷയുണ്ടോ? ഇനി മരുഭൂമിയിൽ ഒരു ജലനമുണ്ടോ? ഇനി മരുഭൂമിയിൽ എവിടെ നിന്നാണ് ഒരു ഡ്രോപ്പ് വെള്ളം? ഇല്ല. ഹാഗാറേ, നിനക്ക് വേണ്ടി മുമ്പായി മരുഭൂമിയിൽ പ്രവർത്തിക്കുവാൻ സന്നദ്ധനായി നിൽക്കുന്ന ഒരുവനുണ്ട്. പ്രവർത്തന സന്നദ്ധനായി നിൽക്കുന്ന ഒരുവൻ മരുഭൂമിയിലുണ്ട്. ഇന്ന് പൽക്കാലം വിശ്വസിക്കുന്നെങ്കിൽ അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായി ഒരുവൻ പ്രവർത്തന സന്നദ്ധനായി മരുഭൂമി നിൽക്കുകയാണ്. നിന്റെ നെടുവീർപ്പിന് വേണ്ടി നീ ഭാരപ്പെടുമ്പോൾ നിന്റെ നിലവിളിയുടെ മുമ്പിൽ തുറന്നു തരുവാൻ, വഴിയെ തുറന്നു തരുവാൻ അവിടെ സർവശക്തനായവൻ മരുഭൂമിയിലുണ്ട്. മരുഭൂമിക്കകത്തുമുണ്ട്. എല്ലാം വാതിലുകളും അടയുമ്പോൾ ഹല്ലേലൂയ കർത്താവേ, പ്രതീക്ഷയെല്ലാം അടഞ്ഞോ? എനിക്കിനി മുമ്പോട്ട് പോകാൻ കഴിയില്ലയോ? എനിക്കിനി മുമ്പോട്ട് പോകാൻ ശേഷിയില്ലല്ലോ. ഞാൻ ഇവിടെ കൊണ്ട് അവസാനിക്കുമോ? ഇവിടെ കൊണ്ട് തീരുകയാണോ? ഇതിനു വേണ്ടിയാണോ ഹല്ലേലൂയ ഞാൻ വന്നത്? ഇതിനു വേണ്ടിയാണോ ഞാൻ ആയിരുന്നത്? ഇല്ല, അവിടെ കൊണ്ട് തീരുവാനല്ല, അവിടെ കൊണ്ട് അവസാനിക്കുവാനല്ല. ദൈവത്തിന് മഹത്വം കരേറ്റാം. അവിടെ കൊണ്ട് അവസാനിക്കാനല്ല. Lord has a stream. അവിടെ ഒരു ഫ്ലോയിങ് ദൈവം ഒരുക്കിയിരുന്നു. ഹല്ലേലൂയ. അവിടെ ആശ്വാസത്തിന് വേണ്ടി ദൈവമാര് മരുഭൂമിക്കകത്ത് ഒരു കരുതൽ കർത്താവ് ഒരുക്കിയിരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ഒരുക്കിയിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ സമീപത്ത് തന്നെ ദൈവത്തിന്റെ കരുതൽ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് പോൽക്കാലം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ട്. അവന്റെ ചെറങ്കീഴിലാണോ നീ ആശ്രയിക്കുന്നത്? രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാരുടെ കാര്യത്തിൽ ഹല്ലേലൂയ. ഓ, അവൾ നിലവിളിക്കുകയാണ്. ആഗാർ മരുഭൂമി നിലവിളിക്കുന്നു. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. എന്നാൽ അവിടെ അവസാനിക്കുന്നില്ല. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി കരുതൽ അവിടെ വെളിപ്പെടുകയാണ്. എന്ന് പോലെ കാലം കരുതുവാൻ കഴിയുന്നവൻ ഹല്ലേലൂയ എന്നോട് കൂടെയുണ്ട്. അവൻ ഏത് മരുഭൂമിയിലാണെങ്കിലും എനിക്ക് വേണ്ടി അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. അപ്പാ, നിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവകരങ്ങളിലേക്ക് താഴ്ത്താം. നമുക്ക് കർത്താവിനെ വാഴ്ത്താം. ഹല്ലേലൂയ. ആത്മാവിൽ സന്തോഷിക്കാം. പാട്ടുകളെ പാടി ദൈവത്തെ വാഴ്ത്താം. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം എന്നോട് കൂടെയുണ്ട്. ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. പാട്ടുകളെ പാടി നമുക്ക് ആത്മാവിൽ സന്തോഷിക്കാം.